പ്രിയപ്പെട്ടവരെ, ക്വസ്റ്റ്യൻ നമ്പർ 28 മുതലാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സോൾവ് 2xy dy/dx മൈനസ് s സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ സോൾവ് എന്ന് പറഞ്ഞൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങ് വരുമ്പോൾ ഒന്നുകിൽ അത് വേരിയബിൾ സെപ്പറബിൾ, അല്ലെങ്കിൽ അത് ഹോമോജീനിയസ്, അല്ലെങ്കിൽ അത് ലീനിയർ ഫസ്റ്റ് ടൈപ്പോ സെക്കൻഡ് ടൈപ്പോ. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. മിക്കവാറും ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടോ അത്രയും പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആർബിട്രറി കോൺസ്റ്റന്റിനെ എലിമിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുന്നത്. അത് കൂട്ട് കണക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അത് ഫൈൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സർക്കിൾസ് ടച്ചിങ് എക്സ് ആക്സിസ് അറ്റ് ഒറിജിൻ, വൈ ആക്സിസ് അറ്റ് ഒറിജിൻ ഒക്കെ പഠിച്ചിരുന്നു. പിന്നെ അതിനകത്ത് കഴിഞ്ഞ ദിവസം പഠിച്ചത് ഒരു ലീനിയർ സെക്കൻഡ് ടൈപ്പ് ds/dy വന്ന ഒരു ലീനിയർ സെക്കൻഡ് ടൈപ്പും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് രണ്ട് കണക്കോടെ പഠിക്കാനുള്ളൂ. ഒന്ന് 28, 29 അതോടെ ചാപ്റ്റർ തീരുവാണ്. ഈ ക്വസ്റ്റ്യൻ 2xy dy/ds മൈനസ് s സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇത് കണ്ടിട്ട് s സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നൊരു ടേം ഇതിനകത്തുണ്ട്. ഇത് എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കാൻ പറ്റില്ലാത്തൊരു സാധനമാണ്, പ്ലസ് ഇട്ട് ഒന്നിച്ചിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഇത് ഹോമോജീനിയസ് ആണ്. അപ്പൊ 2xy dy/dx മൈനസ് s സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എടുത്തെഴുതി. ഹോമോജീനിയസിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് dy/dx എന്താണെന്ന് എഴുതുവാണ്. എന്നിട്ട് അത് പുട്ട് y vx കൊടുക്കുക. dy/dx v പ്ലസ് x dv/dxും ഇതിൽ കൊടുക്കുമ്പോൾ ഈ ഹോമോജീനിയസ് വേരിയബിൾ സെപ്പറബിൾ ആയിക്കോളും. വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഒന്ന് ചെയ്താൽ മതി. 2xy dy/dx ഈക്വൽ ടു s സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് dy/ds എഴുതാൻ പറ്റുള്ളൂ. എന്താണ് dy/ds? s സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ 2xy. എക്സും വൈ ഒന്നിച്ചെടുക്കുന്ന ടൈം ഉള്ളത് കൊണ്ട് ഇത് ഹോമോജീനിയസ് ആണ്. പുട്ട് y is equal to vx and dy/dx is equal to v plus x dv/ds in equation 1. അപ്പൊ dy/dxന്റെ സ്ഥാനത്ത് v plus x dv/ds കൊടുത്തു. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് y സ്ക്വയറിന്റെ സ്ഥാനത്ത് v സ്ക്വയർ x സ്ക്വയർ കൊടുത്തു ബൈ 2x ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് vxും കൊടുത്തു. ഇവിടെ എക്സ് സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് വി സ്ക്വയർ, ഇവിടെ എസ് സ്ക്വയർ എടുക്കുമ്പോൾ 2v വെട്ടിക്കളഞ്ഞു. 1 പ്ലസ് വി സ്ക്വയർ ബൈ 2v. വി ഇവിടുന്ന് ഈ സൈഡിലേക്ക് മാറ്റണം. അപ്പൊ എക്സ് dv/dx തന്നെ എടുക്കുമ്പോൾ 1 പ്ലസ് വി സ്ക്വയർ ബൈ 2v മൈനസ് വി വരും. എന്തിനാ അങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ വേരിയബിൾ സെപ്പറബിൾ ആകും എന്നുള്ള ഉറപ്പാണ്. വേരിയബിൾ സെപ്പറബിൾ ആക്കാനുള്ള ശ്രമമാണ് വി അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. 2v LC എടുക്കുമ്പോൾ 1 പ്ലസ് വി സ്ക്വയർ മൈനസ് 2v സ്ക്വയർ വന്നിട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ 2v എന്ന് കിട്ടും. എക്സ് dv/dx ആണ് 1 മൈനസ് വി സ്ക്വയർ ബൈ 2v. അപ്പോൾ എക്സ് dv എന്താണ്? dx ഇങ്ങേ സൈഡിലേക്ക് വരുമ്പോൾ dx മോളിൽ വരും. 1 മൈനസ് വി സ്ക്വയർ ബൈ 2v dx. ഇങ്ങനെയല്ല വരേണ്ടത്. dv ഇങ്ങോട്ടും dx അങ്ങോട്ടും. പക്ഷെ dx LHSലേക്ക് വരുമ്പോൾ ബൈ dx ആയി പോകുന്നു. dv RHSലേക്ക് വരുമ്പോൾ ബൈ dv ആയി പോകുന്നു. അത് രണ്ടും ന്യൂമറേറ്ററിലാണ് വരേണ്ടത്. അതുകൊണ്ട് എക്സിനെ RHSലേക്ക് കൊണ്ടുവരാൻ dxന്റെ അടുത്തേക്ക് 1/x ആയിട്ട് 1/x dx 1 മൈനസ് വി സ്ക്വയർ ബൈ 2vയെ നമുക്ക് LHSലേക്ക് കൊണ്ടുപോകാം. അപ്പൊ 2v ബൈ 1 മൈനസ് വി സ്ക്വയർ ആയിട്ട് dvയുടെ അടുത്തേക്ക് വരും. അപ്പൊ അത് വേരിയബിൾ സെപ്പറബിൾ ആയി. വിയുടെ കാര്യങ്ങളും dvയും ഒരു സൈഡും എക്സിന്റെ കാര്യങ്ങളും dxും മറു സൈഡും. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇന്റഗ്രൽ 2v ബൈ 1 മൈനസ് വി സ്ക്വയർ dv സമം ഇന്റഗ്രൽ 1/x dx. താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് 2v ആണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു മൈനസ് ഇട്ട് പുറത്തൊരു മൈനസ് കൂടി ഇട്ട് കൊടുത്താൽ മതി. dv സമം ഇന്റഗ്രൽ 1/x ds. അപ്പം മൈനസ് താഴത്തെ കൃത്യം ഡിഫറൻഷ്യൽ മോഡിൽ വരുന്ന ഇന്റഗ്രേഷൻ ലോഗ് മോഡ് 1 മൈനസ് വി സ്ക്വയർ ആണ്. ഇത് ലോഗ് മോഡ് എക്സ്. ഇത് രണ്ടും ലോഗ് ആയതുകൊണ്ട് പ്ലസ് ലോഗ് സി. ഈ ലോഗ് സി ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൈനസ് ലോഗ് സി
ലോഗ് മോഡ് എക്സിൻ്റെ അടുത്തേക്ക് പ്ലസ് ആയിട്ട് ലോഗ് 1 മൈനസ് വി സ്ക്വയർ പോകുന്നു. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി എന്ന് വന്നിട്ട് ലോഗ് എക്സ് ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ വരുന്നു. സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ലോഗ് സിക്ക് മൈനസ് മൈൻഡ് ചെയ്യേണ്ട, ലോഗ് സി ആയിട്ട് തന്നെ അത് എഴുതാം. കോൺസ്റ്റൻ്റ് അവിടെ അഡ്ജസ്റ്റ് ചെയ്തോളൂ, ഏത് കോൺസ്റ്റൻ്റ് വേണമെങ്കിലും ആകാമല്ലോ. രണ്ട് സൈഡിലെയും ലോഗ് കളയുമ്പോൾ എക്സ് ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ സി വരുന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാണ്ട് വി മാറ്റാനുണ്ട്. വൈ ഈസ് ഈക്വൽ ടു വി എക്സ് എന്നായിരുന്നു. അപ്പോൾ വി വൈ ബൈ എക്സ് ആണ്. എക്സ് ഇൻറ്റു 1 മൈനസ് വി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വൈ സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഈക്വൽ ടു സി. വി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? വൈ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. ഇച്ചിരി ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. എക്സ് ഇൻറ്റു എൽ സി എം ആയിട്ട് എസ് സ്ക്വയർ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി. അപ്പോൾ എക്സ് എസ് സ്ക്വയർ കിട്ടുമ്പോൾ എസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് ഈസ് ഇക്വൽ ടു സി. എസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു സി എക്സ് എന്ന ആൻസർ കിട്ടുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചത്, പക്ഷെ നമ്മുടെ ഹോമോജീനിയസിൻ്റെ കണക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്കവിടെ ഹോമോജീനിയസിൻ്റെ കണക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? എക്സും വൈയും വേർതിരിക്കാൻ പറ്റാതെ കിടക്കുന്ന എല്ലാ കണക്കുകളും ഹോമോജീനിയസ് ആണ്. അത് മൈനസ് വെച്ച് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി അതിന് ഡി ബൈ ബൈ ഡി എസ് എഴുതി വയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് പുട്ട് വൈ വി എക്സും ഡി ബൈ ബൈ ഡി എസ് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സും അതിൽ കൊടുത്തു കഴിയുമ്പോൾ അത് വിയുടെ കാര്യങ്ങളും ഡി ബിയും ഒരു സൈഡും എക്സിൻ്റെ കാര്യങ്ങളും ഡി എക്സും മറു സൈഡും വരുന്ന വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ചെയ്ത് ലാസ്റ്റ് വി മാറ്റി വൈ ബൈ എക്സ് എന്ന് കൊടുത്തു വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചെക്ക് വെദർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എസ് ക്യൂ മൈനസ് വൈ ക്യൂ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഇക്വൽ ടു എസ് സ്ക്വയർ വൈ ഈസ് ഹോമോജീനിയസ് സോൾവ് ഇറ്റ്. അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ചെക്ക് ചെയ്യുക, ഇത് ഹോമോജീനിയസ് ആണോ എന്ന്, എന്നിട്ട് സോൾവ് ചെയ്യുക. ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് ആണോ എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് ആണോ എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. എസ് ക്യൂ മൈനസ് വൈ ക്യൂ ഡി വൈ ബൈ ഡി എസ് ഈസ് ഇക്വൽ ടു എസ് സ്ക്വയർ വൈ. കണ്ടാൽ തന്നെ അറിയാം ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, ഹോമോജീനിയസ് ആണ്. പക്ഷെ അത് ചെക്ക് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എസ് അതിന് എഴുതുക എസ് സ്ക്വയർ വൈ ബൈ എസ് ക്യൂ മൈനസ് വൈ ക്യൂബ്. ഇതിനെ എസ് ക്യൂ വൈ ബൈ എക്സ് രൂപത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ എസ് ക്യൂബ് ഒക്കെ പോകണം അവിടുന്ന്. എസ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുകളിൽ ഉള്ള എസ് സ്ക്വയർ വൈയെ എസ് ക്യൂബ് കൊണ്ട് ഹരിക്കുമ്പോൾ എസ് ക്യൂബ് കൊണ്ട് എസ് സ്ക്വയർ വൈയെ ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ ബൈ എക്സ് വരുന്നു. ഒന്നുകൂടെ പറയാം, എസ് സ്ക്വയർ വൈയെ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ ബൈ എക്സ് വരുന്നു. ഈ താഴെ രണ്ട് ടെർമിനേഴ്സ് വേറെ വേറെ എസ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ് വൈ ബൈ എക്സ് ഹോൾ ക്യൂബ് അല്ലെങ്കിൽ വൈ ക്യൂബ് ബൈ എസ് ക്യൂബ് വരുന്നു. അപ്പോൾ ഫങ്ഷൻ ഓഫ് വൈ ബൈ എക്സ് വരുത്തണം ഡി വൈ ബൈ ഡി എസ്, എങ്കിൽ മാത്രമേ അത് നമ്മൾ ഹോമോജീനിയസ് ആണ് ചെക്ക് ചെയ്തോളൂ. കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹോമോജീനിയസ് ആണ്. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ് വൈ ഒന്നിച്ചെടുക്കുന്ന ടേമാണ് ഈ മൈനസ് വരുന്ന ഈ ടേം, അത് ഹോമോജീനിയസ് ആണ്. പക്ഷെ ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ വൈ ബൈ എക്സ് രൂപം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഡിവൈഡിങ് ബൈ എസ് ക്യൂബ് ചെയ്യുമ്പോഴാണ് ഇവിടം 1 മൈനസ് വൈ ക്യൂബ് ബൈ എസ് ക്യൂബ് വന്നിട്ട് വൈ ബൈ എക്സ് ഹോൾ ക്യൂബ് വരികയും ന്യൂമറേറ്റർ ഇതിനെ എസ് ക്യൂബ് കൊണ്ട് കഴിക്കുമ്പോൾ വൈ ബൈ എക്സ് വരികയും ചെയ്യുന്നത്. അങ്ങനെ ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് ആണ് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എസ് ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എസ്, ദെർഫോർ ഇറ്റ് ഈസ് ഹോമോജീനിയസ്. ഹോമോജീനിയസ് കിട്ടിയത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഇക്വൽ ടു വൈ ബൈ എസ് ബൈ 1 മൈനസ് വൈ ബൈ എസ് ഹോൾ ക്യൂബ് ഇക്വേഷൻ 1. നമ്മൾ പാടുപെട്ട് ഇത്രയും ആക്കിയെങ്കിൽ ഇനി പോയി ഈ ഇത്തല് ചെയ്യേണ്ട കാര്യമില്ല. ഈ രൂപത്തിലാണ് ചെയ്യാൻ എളുപ്പം. ഇനി പുട്ട് വൈ ഈസ് ഇക്വൽ ടു വി എക്സ്. അപ്പോൾ വൈ ബൈ എക്സ് ആണ് വി, ഡി വൈ ബൈ ഡി എക്സ് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എസ് ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എസ് ഇവിടെ വരുന്നു. ഇത് വി ബൈ 1 മൈനസ് വി ക്യൂബ്. വി അപ്പുറം കൊണ്ടുവന്നു വേരിയബിൾസ് പ്രൂൾ ആക്കാൻ വേണ്ടി. അപ്പോൾ എക്സ് ഡി വി ബൈ ഡി എസ് വി ബൈ 1 മൈനസ് വി ക്യൂബ് മൈനസ് വി 1 മൈനസ് വി ക്യൂബ് എൽ സി എടുക്കുമ്പോൾ വി മൈനസ് വി ഇൻറ്റു 1 മൈനസ് വി ക്യൂബ് വി മൈനസ് വി പ്ലസ് വി റൈസ് ടു 4 ബൈ 1 മൈനസ് വി ക്യൂബ്. അപ്പം എക്സ് ഡി വി ബൈ ഡി എക്സ് വി റൈസ് ടു 4 ബൈ 1 മൈനസ് വി ക്യൂബ് എക്സ് ബൈ ഡി എക്സ്
വി റേസ്റ്റ് 4/1 മൈനസ് വി ക്യൂബ് ഡി വി ഈ സൈഡിലേക്ക് വരുമ്പോൾ അടിയിൽ വരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഡി എക്സും ഡി വി ന്യൂമറേറ്റർ എടുക്കണം, രണ്ടും റെസിപ്രോക്കൽ എടുക്കുന്നു ഒന്നിച്ച്. അപ്പൊ ഡി എക്സ് ബൈ എക്സ് ഈസ് ഇക്വൽ ടു 1 മൈനസ് വി ക്യൂബ് ഡി വി ബൈ വി റേസ്റ്റ് 4 രണ്ട് സൈഡ് ഒന്നിച്ച് റെസിപ്രോക്കൽ എടുക്കാം, ഒരു വ്യത്യാസം പറ്റില്ല. അങ്ങനെ ഡി എക്സും ഡി വി ന്യൂമറേറ്ററിലാക്കി. ഇപ്പം അത് വേരിയബിൾ സെപ്പറബിൾ ആയിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ 1/x ഡി എക്സ് എന്ന് എഴുതിയാലാണ് ഇൻ്റഗ്രേഷൻ നടക്കുകയുള്ളൂ. ഇത് ഇൻ്റഗ്രൽ 1 മൈനസ് വി ക്യൂ ബൈ വി റേസ്റ്റ് 4 ഡി വി അങ്ങ് നീക്കി എഴുതി. ഇൻ്റഗ്രൽ 1/x ഡി എക്സ് ഇപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റില്ലാഞ്ഞിട്ടല്ല, ഇതിൻ്റെ രൂപം ഒന്ന് മാറ്റി ഇൻ്റഗ്രേഷൻ ചെയ്യത്തക്ക വിധം മാറ്റി വെച്ചിട്ട് ഒന്നിച്ച് രണ്ട് സൈഡ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ LHS ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് സെപ്പറേറ്റ് ചെയ്യണം. 1/v raised 4 മൈനസ് വി ക്യൂ ബൈ വി റേസ്റ്റ് 4 ഒരു ബ്രാക്കറ്റ് ഇട്ട് ഡി വി. എന്നിട്ടും പറ്റില്ല, വി റേസ്റ്റ് -4 എടുക്കണം, -1/v ആ രൂപം വരെ ബ്രാക്കറ്റ് ഇട്ടാക്കിയാൽ മാത്രമേ ഇൻ്റഗ്രേഷൻ നടക്കുകയുള്ളൂ. ഇൻ്റഗ്രൽ 1/s ഡി എസ് ലോഗ് മോഡ് എക്സ് വി റേസ്റ്റ് -4 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ +1 ആണല്ലോ. ഇൻ്റഗ്രേഷൻ എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു n+1/n+1. അതുപോലെ വി റേസ് ടു -4 ഇൻ്റഗ്രൽ വി റേസ് ടു -4 + 1/-4+1, അതായത് -t. വി റേസ് ടു -t/-t മൈനസ് ഇത് ഇൻ്റഗ്രൽ 1/v dv ലോഗ് മോഡ് v പ്ലസ് സി. ഇത് ലോഗിലല്ലാത്തതുകൊണ്ട് ഇവിടെ ലോഗ് സി കൊടുക്കണ്ട, സി മതി. എല്ലാ ടേമും ലോഗിലാണെങ്കിൽ മാത്രമേ ലോഗ് സി കൊടുക്കാറുള്ളൂ. ലോഗ് ഇതും കൂടി ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ലോഗ് വി വരുന്നു. അത് ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി ഒന്നിച്ചെഴുതുന്നു, ലോഗ് എക്സ് വി എന്നായി. ഇത് -1/3 വി ക്യൂബ് അടിയിലൂടെ -1/3 വി ക്യൂബ് ഡിനോമിനേറ്ററിൽ പ്ലസ് സി. ഇനി നമുക്ക് പതുക്കെ വി മാറ്റി y/x കൊടുക്കാം. ലോഗ് എക്സ് ഇൻറ്റു y/x ഈസ് ഇക്വൽ ടു -1/3 ഇൻറ്റു വി ക്യൂബ് എന്താണ് y ക്യൂബ് ബൈ എസ് ക്യൂബ് പ്ലസ് സി. ലോഗ് y ഈസ് ഇക്വൽ ടു -s ക്യൂബ് ബൈ 3y ക്യൂബ് പ്ലസ് സി. അങ്ങനെ എഴുതി ആൻസർ നിർത്തുന്നു. -s ക്യൂബ് ബൈ 3y ക്യൂബ് പ്ലസ് സി. ഈ കണക്കിലും അധികം കാര്യങ്ങളൊന്നുമില്ല, ചെക്ക് ചെയ്യാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ y/x രൂപത്തിലേക്ക് dy/dxനെ കൊണ്ടുവരണം. ഫംഗ്ഷൻ ഓഫ് y/x ആണ് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടി dy/dx എഴുതിയിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് y/x വരുന്നത്, എസ് ക്യൂബ് കിടക്കണമെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ബൈ എസ് ക്യൂബ് ചെയ്താലേ പറ്റുള്ളൂ. അത് ന്യൂമറേറ്ററും ചെയ്യണം, ഡിനോമിനേറ്റർ എല്ലാ ടേമും ചെയ്യണം. അപ്പോൾ 1 - y ക്യൂബ് ബൈ എസ് ക്യൂബ്, അതായത് y/s ഹോൾ ക്യൂബ്. മുകളിലാണെങ്കിലും s² y എസ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ y/x വരികയും ചെയ്തു. ഫംഗ്ഷൻ ഓഫ് y/x ആയിട്ട് dy/dx കിട്ടുമ്പോഴാണ് therefore it is homogeneous. ഇനി ഈ കിട്ടിയ dy/ds y/x 1 - y/s ഹോൾ ക്യൂബ് എടുത്താൽ മതി. അതിൽ y vxും dy/ds v + x dv/dxും ഇതിൽ നിന്ന് കിട്ടുന്ന y/x vയും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് അത് മാറിക്കോളും. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഡി എക്സും ഡി വിയും മുകളിൽ തന്നെ കിടക്കണം. കൂടാതെ 1/v raised 4 അങ്ങനെയൊന്നും ഇട്ടാൽ ഇൻ്റഗ്രേഷൻ നടക്കില്ല. v raised -4 ആക്കി കൊണ്ടുവരണം. 1/vക്ക് കുഴപ്പമില്ല. v raised -4 ഇൻ്റഗ്രൽ v raised -4 + 1/-4+1, അതുകൊണ്ടാണ് -t വന്നത് ഇവിടെ. പിന്നെ v ഒന്ന് മാറ്റി പോയി, y/x ഇട്ടു. പിന്നെ ഒരു ചെറിയ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചു. അങ്ങനെ ഹോമോജീനിയസും ചെയ്യുക. എക്സും വൈ ഒന്നിച്ചെടുക്കാൻ വിഭജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സും വൈയും പ്ലസ് ഇട്ട് യോജിപ്പിക്കുമ്പോഴോ മൈനസ് ഇട്ട് യോജിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ഹോമോജീനിയസ് നിങ്ങൾ പഠിച്ചു. ഈ ഹോമോജീനിയസിൻ്റെ ഒരു കണക്ക് വൈകിട്ട് പരീക്ഷ ഉണ്ടാവും. ആൻസർ കീ കിട്ടിയതിന് ശേഷം 6 മണിക്ക് പരീക്ഷ, ആൻസർ കീ 8 മണിക്ക്, അതിന് ശേഷം മാത്രം പേപ്പർ നോക്കി ഗ്രൂപ്പിലേക്ക് ചേരുക. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എല്ലാ ചാപ്റ്ററിനും, ഇപ്പം 7 ചാപ്റ്ററാണ് സെക്കൻഡ് ഇയർ ഉള്ളത് എനിക്ക്. ആ 7 ചാപ്റ്ററിൽ ആദ്യത്തെ പാഠം റിലേഷൻ ഫംഗ്ഷൻ, ലാസ്റ്റ് പാഠം ഡിഫറൻഷ്യൽ ഇക്വേഷൻ കംപ്ലീറ്റ് പഠിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, പിന്നെ ഏതോ LPP, ഇങ്ങനെ 5 പാഠങ്ങളുടെ ഡിലീറ്റഡ് ടോപ്പിക്സ് ഞാൻ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ എല്ലാം കൂടി എല്ലാ ചാപ്റ്ററിൻ്റെ 5 പാഠത്തിൻ്റെ ഒന്നിച്ചെഴുതി. 2 പാഠത്തിൻ്റെ അതാ സമയത്ത് തീർത്താണ്. ബാക്കി 5 പാഠത്തിൻ്റെയും കൂടി എഴുതിയ കാര്യമാണ് ഇനി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹോമോജീനിയസിൻ്റെ പരീക്ഷ ഇന്ന് വൈകിട്ട് 6 മണിക്ക്